السلام عليكم ورحمة الله وبركاته. الحمد لله. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, റിയാദു സാലിഹീനിൽ കളവ് പറയുന്നതിൻ്റെ ഗൗരവത്തെ സൂചിപ്പിക്കുന്ന അധ്യായത്തിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ കളവ് പറയുന്നതിൻ്റെ ഗൗരവം അറിയിക്കുന്ന ഹദീസുകളും അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനുണ്ടായ ഒരു സ്വപ്ന ദർശനത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ഗൗരവതരമായ ഒരു ശിക്ഷയെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുമെല്ലാം നമ്മൾ വിശദമായി തന്നെ മനസ്സിലാക്കുകയുണ്ടായി. ഇന്ന് നമുക്ക് കേൾക്കുവാനുള്ളത് ബാബു ബയാനി മാ യജൂസു മിനൽ കദിബി എന്ന ടൈറ്റിലിൽ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ ഒരു വിശദീകരണമാണ്. അതായത് കളവിൽ നിന്ന് അനുവദിക്കപ്പെട്ടത് വല്ലതുമുണ്ടോ? ഇത്രത്തോളം ഗൗരവതരമായ ഒരു പാപമാണല്ലോ കളവ് പറയൽ. എന്നാൽ ആ കളവ് പറയുന്ന വിഷയത്തിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇളവ് നൽകപ്പെട്ടിട്ടുണ്ടോ? ഗീബത്തിന്റെ വിഷയം നമ്മൾ പറഞ്ഞപ്പോൾ, പരദൂഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ ഏതാനും കാര്യങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതേപോലെ ഇതിൽ വല്ല ഇളവുള്ള ഘട്ടങ്ങളും സന്ദർഭങ്ങളുമുണ്ടോ എന്നുള്ളതാണ് ഈ തലക്കെട്ടിനടിയിൽ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ച ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, യഅലം അന്നൽ കദിബ വഇൻ കാന അസ്ലുഹു മുഹറമൻ ഫയജൂസു ഫീ ബഅദിൽ അഹ്വാലി ബിശുറൂത്തിൻ ഖദ് ഔളഹ്തുഹാ ഫീ കിതാബിൽ അദ്കാർ. യഅലം, നീ അറിയണം, അന്നൽ കദിബ, തീർച്ചയായും കളവ് പറയൽ, വഇൻ കാന അസ്ലുഹു മുഹറമൻ, അടിസ്ഥാനപരമായി കള്ളം പറയൽ വളരെയേറെ നിഷിദ്ധമാക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിലും ഫയജൂസു ഫീ ബഅദിൽ അഹ്വാൽ, ചില സന്ദർഭങ്ങളിൽ അത് അനുവദിക്കപ്പെടുന്നതാണ്, അത് അനുവദനീയമാകും. പക്ഷേ ഉടനെ തന്നെ അദ്ദേഹം പറഞ്ഞു, ബിശുറൂത്തിൻ, ചില നിബന്ധനകൾ പാലിച്ചുകൊണ്ടാണ്, ചില പ്രത്യേകമായ കണ്ടീഷനുകൾക്ക് വിധേയമായി ചില ഘട്ടങ്ങളിൽ കളവ് പറയൽ അഥവാ സത്യത്തിനപ്പുറമുള്ള ഒരു കാര്യം പറയൽ അനുവദിക്കപ്പെടും. ഖദ് ഔളഹ്തുഹാ ഫീ കിതാബിൽ അദ്കാർ, ഇമാം നവവിയുടെ തന്നെ മറ്റൊരു ഗ്രന്ഥമാണ് അൽ അദ്കാർ. അതിൽ നമ്മൾ നിത്യജീവിതത്തിൽ പുലർത്തേണ്ടുന്ന ദിക്റുകളും ദുആകളും സമാഹരിച്ച് എഴുതിയിട്ടുള്ള ഗ്രന്ഥമാണത്. അൽ അദ്കാറിൽ ഞാനത് വിവരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം അദ്ദേഹം പറയുന്നു, വമുഖ്തസറു ദാലിക, അതിൻ്റെ സംഗ്രഹം, ചുരുക്കം ഇപ്രകാരമാണ്: അന്നൽ കലാമ വസീലത്തുൻ ഇലൽ മഖാസിദി, നമ്മളൊരു കാര്യം സംസാരിക്കുന്നത് ചില ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ്. നമ്മളൊരു കാര്യം പറയുക എന്തിനാണ്? നമുക്കതുകൊണ്ടൊരു ലക്ഷ്യമുണ്ടാകും. ഒരു ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് സംസാരം. ഫകുല്ലു മഖ്സൂദിൻ മഹ്മൂദിൻ യുംകിനു തഹ്സീലുഹു ബിഗൈരിൽ കദിബി, കളവ് പറയൽ കൊണ്ടല്ലാതെ നമ്മുടെ ലക്ഷ്യം നേടുന്ന ഏതൊരു സദുദ്ദേശത്തിന്റെ കാര്യമാണെങ്കിലും യഹ്റുമുൽ കദിബു ഫീഹി, അതിൽ കളവ് പറയൽ അങ്ങേയറ്റത്തെ നിഷിദ്ധം തന്നെയാണ്. എന്നാൽ വഇല്ലം യുംകിൻ തഹ്സീലുഹു ഇല്ലാ ബിൽ കദിബി, നമ്മുടെ ഒരു സദുദ്ദേശം നേടിയെടുക്കുവാൻ കളവ് പറഞ്ഞാലല്ലാതെ യാതൊരു നിവൃത്തിയുമില്ല എന്ന ഘട്ടം വരികയാണെങ്കിൽ മാത്രം ജാസൽ കദിബു, അത്തരം ഘട്ടങ്ങളിൽ സത്യമല്ലാത്ത ഒരു കാര്യം പറയൽ അനുവദനീയമാകും. സുമ്മ ഇൻ കാന തഹ്സീലു ദാലികൽ മഖ്സൂദി മുബാഹൻ, ഇനി ആ ലക്ഷ്യം നേടാൻ ഇങ്ങനെ ഒരു അസത്യമായ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകൽ അനിവാര്യമായ കാര്യമാണ്, അതല്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ കാനൽ കദിബു മുബാഹൻ,
ആ സമയത്ത് അങ്ങനെ ഒരു കാര്യം പറയൽ അനുവദനീയമാകും. വൈൻകാന വാജിബൻ, ഇനി ഒരു കാര്യം അങ്ങനെ സംഭവിക്കണമെങ്കിൽ ഇത് പറഞ്ഞേ കൂടൂ, പറഞ്ഞാലേ പറ്റൂ, നിർബന്ധമായൊരു സാഹചര്യമാണെങ്കിൽ കാനൽ കദിബു വാജിബൻ, അത്തരം ഘട്ടങ്ങളിൽ വാസ്തവവിരുദ്ധമായതെന്ന് തോന്നിപ്പിക്കുന്നത്, വാസ്തവവിരുദ്ധമായത് പറയൽ ചിലപ്പോ നിർബന്ധമായി വരും. ഇവിടെ സഹോദരങ്ങളെ, ഈ പദങ്ങൾ നേർക്കുനേരെയുള്ള അർത്ഥം വെച്ച് കേൾക്കുമ്പോൾ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇത്രത്തോളം ഇസ്ലാം നിഷിദ്ധമാക്കിയ കള്ളം പറയൽ അനുവദിക്കപ്പെടുകയോ അത് നിർബന്ധമാക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് നിർബന്ധമായി വരുന്ന സാഹചര്യമോ എന്നൊക്കെ നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായും ചില സംശയങ്ങൾ ഉണ്ടായേക്കാം. അത് നമുക്ക് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുത്ത വാചകങ്ങളിലൂടെ നമുക്കത് ക്ലിയർ ആകും. അങ്ങനെ എല്ലാ ഘട്ടങ്ങളിലും ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് തോന്നുന്ന ഘട്ടങ്ങളിലൊക്കെ ഇങ്ങനെ വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കാനൊന്നും ഇതിൻ്റെ വാചകങ്ങളിൽ നിന്ന് ആരും കണ്ടുപിടിക്കാൻ പാടില്ല. ഇത് വളരെ അനിവാര്യമായ ഘട്ടമാണെങ്കിലാണ് ഈ പറയുന്നത്. അതിന് അതിൻ്റെതായ ശുറൂത്തുകളുണ്ട്, അഥവാ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ ഉള്ള, ആ ഷർത്തുകൾ ഒത്ത ഘട്ടങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഒരു വാസ്തവവിരുദ്ധമായ കാര്യം പറയാവൂ. അത് തന്നെയും ഏത് വിധത്തിലായിരിക്കണം? കേൾക്കുന്ന ആളുകൾക്ക് അതിനൊരർത്ഥമുണ്ടാകും, ഞാൻ എൻ്റെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന മറ്റൊരർത്ഥവും ഉണ്ടാകും. അങ്ങനെയുണ്ടല്ലോ ചില ദ്വയാർത്ഥ പ്രയോഗങ്ങളുണ്ടല്ലോ, രണ്ട് അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ചില വാക്കുകൾ ഉണ്ടാകും. ആ വാക്കുകൾക്ക് എനിക്ക് ചില ഉദ്ദേശങ്ങൾ ഉദ്ദേശിക്കാം, അതതിൻ്റെ ശരിയായിരിക്കാം, കേൾക്കുന്നവൻ അതിൻ്റെ നേരെ വിരുദ്ധമായിരിക്കും മനസ്സിലാവുക. ഇപ്പോൾ ഒരാൾ നമ്മളോട് 10 രൂപ കടം ചോദിക്കണം. ഞാനൊരു ഉദാഹരണം പറയാണ്. അയാൾ പറയണേ എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അത് രണ്ടർത്ഥം അതിനുണ്ട്. ഒന്ന്, അയാളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളത്, ആ അർത്ഥത്തിൽ അത് ശരിയാണ്. അതേ അവസരത്തിൽ എൻ്റെ അടുക്കൽ ഇപ്പൊ കാശൊന്നുമില്ല എന്ന് പറയുന്ന അർത്ഥമല്ലേ കേൾക്കുന്നവൻ ഉദ്ദേശിക്കുക. ഇപ്പൊ കയ്യിൽ കാശില്ല എന്ന് പറയുന്നതും അതിന് രണ്ട് മഴനയുണ്ട്, ദ്വയാർത്ഥമുള്ള പ്രയോഗമാണ്. എൻ്റെ അടുക്കൽ പൈസ അല്ല, അല്ലെങ്കിൽ എൻ്റെ അടുക്കൽ ഈ കയ്യിൽ പൈസ അല്ല എന്ന് പറയുന്നതും ഇതേപോലെയുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ പറയേണ്ടത് അങ്ങനെ തന്നെയേ പറയാവൂ എന്നാണ്. എന്നാലും ഒരു കളവാകാതിരിക്കാൻ നോക്കണം എന്നുള്ളതൊക്കെ ഇത് വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമാണ്. ഈസിയായി ഒരാളും ഇതിനെ അന്യഥാ വ്യാഖ്യാനിക്കുവാൻ പാടില്ല എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഏതൊക്കെയാണ് ഇത്തരം ഘട്ടങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഉദാഹരണം പറയാണ് ഇദ്ദേഹം, ഫൈദഖ്തഫാ മുസ്ലിമുൻ മിൻ ളാലിമിൻ. കണ്ടോ, നമുക്ക് ശരിക്ക് കാര്യം ക്ലിയർ ആകും. ഫൈദഖ്തഫാ മുസ്ലിമുൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ ഒളിഞ്ഞിരിക്കുകയാണ്. ആരിൽ നിന്ന്? മിൻ ളാലിമിൻ, ഒരു അക്രമിയിൽ നിന്ന്. ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമായ മനുഷ്യനെ ഒരാൾ കൊല്ലാൻ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഒരു ന്യായമല്ല, അക്രമം കാണിക്കാനാണ് ഒരു അക്രമി പിന്നാലെ കൂടിയിട്ടുള്ളത്. യുരീദു ഖത്ലഹു, ആ അക്രമിയുടെ ലക്ഷ്യം എന്താണ്? ഈ മുസ്ലിമിനെ കൊല്ലലാണ്. ഇയാളെ അന്യായമായി കൊല്ലാൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു അക്രമി പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഔ അതല്ലെങ്കിൽ അഖ്ദ മാലിഹി, ഈ മുസ്ലിമായ മനുഷ്യന്റെ ധനം കവർന്നെടുക്കാൻ ഒരു കൊള്ളക്കാരൻ പിന്നാലെ കൂടിയിരിക്കുകയാണ്, ഒരു മോഷ്ടാവ് പിന്നാലെ കൂടിയിരിക്കുകയാണ്. വ അഖ്ഫാ മാലഹു, അയാളപ്പ എന്ത് ചെയ്തിട്ടുണ്ട്? അയാളുടെ മുതൽ മറച്ചു വെച്ചിരിക്കുകയാണ്. കണ്ടാ അപ്പ ഈ കള്ളൻ അത് കട്ടെടുക്കും, കൊള്ളയടിക്കും. അപ്പൊ അയാള് ആ മുതൽ എന്ത് ചെയ്തിരിക്കുകയാണ്? മോഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോ ഒരാളിപ്പോ രണ്ട് വിഷയപ്പെടുള്ളത്. ഒന്ന്, ഒരക്രമി ഒരാളുടെ പിന്നാലെ കൂടിയിരിക്കുന്നു, അയാളെ കൊല്ലാനാ വരുന്നത്. ആ അവസരത്തിൽ ഒരു മനുഷ്യൻ, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അയാൾ ഒളിഞ്ഞിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരാളുടെ ധനം കവർന്നെടുക്കാനാണ് പിന്നാലെ കൂടിയിട്ടുള്ളത്, അയാൾ ആ ധനം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ വസുഇല ഇൻസാനുൻ അൻഹു, ഒരാൾ വന്നിട്ട്, ആ അക്രമിയായ മനുഷ്യൻ വന്നിട്ട് ചോദിക്കുകയാണ്, ഒരു മനുഷ്യനോട് ചോദിക്കപ്പെടുകയാണ്, അൻഹു, ഈ ആളങ്ങൾ കണ്ടോ? ഒരാളിപ്പോ ഇതിൽ പോയോ? അല്ലെങ്കിൽ അയാളെക്കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ എന്താ പറയേണ്ടത്? സത്യസന്ധമായിട്ട് പോയിട്ടുണ്ട്, അയാളിപ്പതിലാണ് പോയിട്ടുള്ളൂ, ഇപ്പം അധികം ദൂരെ എത്തിയിട്ടില്ല, അല്ലെങ്കിൽ ഇവിടെ എൻ്റെ അടുത്ത് ഇവിടെ റൂമിൽ ഒളിച്ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറയാൻ പാടുണ്ടോ? പറഞ്ഞാൽ അയാൾ, ഈ അക്രമി ഇയാളെ കൊല്ലൂലേ? അയാളുടെ ധനം കവർന്നെടുക്കൂലേ?
അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ കണ്ടോ, വജബൽ കദിബു ബി ഇഖ്ഫാഇഹി, അയാൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലത്തെ സംബന്ധിച്ച് പറയാതിരിക്കലും അയാൾ ഇവിടെ ഇല്ല എന്ന് പറയലും നിർബന്ധമാകും. കാരണം ഒരു മനുഷ്യൻ അവിടെ ആക്രമിക്കപ്പെടാൻ പോവുകയാണ്, വധിക്കപ്പെടാൻ പോവുകയാണ്, കൊള്ളക്ക് വിധേയമാക്കപ്പെടാൻ പോവുകയാണ്. ആ ഘട്ടത്തിൽ ആ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ മനുഷ്യനെ രക്ഷപ്പെടുത്തുക എന്ന നിലക്ക് അയാളങ്ങൾ കണ്ടോന്ന് വെച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. ഒരു പക്ഷേ അയാൾ തന്നെ അയാളുടെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുണ്ടാകും, എന്നാലും പറയാൻ പാടില്ല. ഇതാണ് അതിൽ ഒരു ഘട്ടം. വകദാ, അപ്രകാരം തന്നെ ലൗകാന ഇൻദഹു വദീഅ, ഒരാളുടെ അടുക്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്ത് കൊടുത്തിട്ടുണ്ട്. ഉദാഹരണം, ഒരാൾ എൻ്റെ കയ്യിൽ ഒരു ഏതാനും വസ്തുക്കൾ, വിലയേറിയ ഏതാനും വസ്തുക്കൾ എൻ്റെ അടുക്കൽ ഒരു സൂക്ഷിപ്പ് സ്വത്താക്കി ഏൽപ്പിച്ചിട്ടുണ്ട്. വഅറാദ ളാലിമുൻ അഖ്ദഹ, ഒരു അക്രമി വന്നിട്ട് ആ സൂക്ഷിപ്പ് സ്വത്ത് അപഹരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ആ സമയത്ത് വജബൽ കദിബു ബി ഇഖ്ഫാഇഹാ, അത് ഒളിപ്പിച്ചു വെക്കലും, അങ്ങനെ ഒന്നും എൻ്റെ അടുത്തില്ല, എന്നെ ഒരാളും ഒന്നും ഏൽപ്പിച്ചിട്ടില്ല എന്നവിടെ ഒളിപ്പിച്ചു വെക്കലും അതിനെക്കുറിച്ച് അറിയില്ലെന്ന് പറയലും നിർബന്ധമാകും. ഇതാണിപ്പോ നിർബന്ധമാകുന്ന ഒരു ഘട്ടം. എന്നിട്ടും ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ പറയുന്നൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കണം. വല്ലഹ്വതു, ഏറ്റവും സൂക്ഷ്മമായത് എന്താണ്? ഇത്തരം കാര്യങ്ങളിൽ പോലും സൂക്ഷ്മമായത് എന്താണ്? ഫീ ഹാദാ കുല്ലിഹി, ഇവയെപ്പോലുള്ള കാര്യങ്ങളിലൊക്കെ സൂക്ഷ്മതക്ക് നല്ലത്, ഏറ്റവും പ്രയോഗിക്കൽ, എന്ത് പ്രയോഗിക്കലാണ് നല്ലത്? അൻ യുവര്യ, ദ്വയാർത്ഥമുള്ള പദങ്ങൾ പ്രയോഗിക്കലാണ് നല്ലത്. കേൾക്കുന്നവനൊരു ഉദ്ദേശം തോന്നും, പറയുന്ന നമ്മുടെ മനസ്സിലൊരു ഉദ്ദേശമുണ്ട്. അങ്ങനത്തെ വാക്കുകൾ ഉണ്ടെങ്കിൽ അത് പ്രയോഗിക്കലാണ് അവിടെയും സൂക്ഷ്മത. എന്നാ പിന്നെ കളവാകൂല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ വെച്ചല്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ പൈസയൊന്നുമില്ല എന്ന് പറയാം. അപ്പൊ കയ്യിൽ പൈസ അല്ല, അയാൾ പറഞ്ഞത് കറക്റ്റുമാണ്, എന്നാൽ മുതലില്ല എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതേപോലെയുള്ള പദങ്ങൾ പറയാൻ സാധിക്കുമെങ്കിൽ, എന്നാലും ഒരു നുണ പറയാതിരിക്കാനാണ് നോക്കേണ്ടത്. നുണ പറയേണ്ട ഘട്ടം ഇത്തരം നിർബന്ധ ഘട്ടങ്ങളിൽ പോലും ദ്വയാർത്ഥമുള്ള പദങ്ങൾ കൊണ്ട് തനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുമോ എന്ന് നോക്കലാണ് സൂക്ഷ്മത. അപ്പൊ എത്രത്തോളം ഈ വിഷയത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്, ഈസി അല്ല കാര്യങ്ങൾ എന്ന് നമ്മൾ ഗ്രഹിക്കണം. എന്താണ് ഈ ദ്വയാർത്ഥമുള്ള പദങ്ങൾ എന്ന് പറഞ്ഞാൽ? മഅന തൗരിയ, അറബിയിൽ തൗരിയത്ത് എന്നാണ് അതിന് പറയുക. ആ പ്രയോഗത്തിന് തൗരിയത്ത്. എന്താ തൗരിയത്ത് എന്ന് പറഞ്ഞാൽ? അൻ യഖ്സുദ ബിഇബാറതിഹി, താനൊരു വാചകം പറയുമ്പോൾ, ഞാനിപ്പോൾ ഒരു വാക്ക് പറയാണ്, ആ വാക്ക് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? മഖ്സൂദൻ സഹീഹൻ, ശരിക്കുള്ളൊരു ഉദ്ദേശമാണ് അതിൽ എനിക്കുള്ളത്. പക്ഷേ ലൈസ ഹുവ കാദിബൻ, അത് കള്ളം പറയലല്ല. ബിൻ നിസ്ബത്തി ഇലൈഹി, തന്നെ അപേക്ഷിച്ചിടത്തോളം അതൊരു നുണ പറയലല്ല. വഇൻകാന കാദിബൻ ഫീ ളാഹിരിൽ ലഫ്ളി, പദത്തിന്റെ ബാഹ്യം നോക്കുമ്പോൾ അത് കളവായിട്ട് തോന്നും. പദത്തിന്റെ ബാഹ്യം നോക്കുമ്പോൾ അത് കളവായിട്ട് തോന്നും. എന്റെ കയ്യിൽ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് കാശൊക്കെ ഉണ്ട്, കേൾക്കുന്നോ മനസ്സിലാക്കാൻ അടുത്ത് കാശില്ല എന്നാണ് ഇയാൾ ഉദ്ദേശിച്ചോ, എന്റെ കയ്യിൽ പൈസ ഇല്ല എന്നുമാണ്. അത് അപ്പോൾ പോലും കണ്ടോ സൂക്ഷ്മത എന്താണ്? കളവ് പറയാതിരിക്കാനാ നോക്കേണ്ടത്. പറയേണ്ടി വന്നാൽ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥങ്ങളാണ് പ്രയോഗിക്കേണ്ടത് എന്ന്. ഇതും എല്ലാ സ്ഥലത്തൊന്നും പറ്റൂല കേട്ടോ. ആ ന്യായം പറഞ്ഞിട്ട് ഇനി നമുക്ക് ആ ഇഷ്ടം പോലെ ഇങ്ങനെ കളവ് പറയാ, ഇത്തരം നല്ല ഉദ്ദേശം ഉണ്ടായാൽ മതി എന്നൊന്നും ആരും ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ പാടില്ല. സന്ദർഭങ്ങൾ നമ്മൾ പറഞ്ഞു, അത്തരം സന്ദർഭങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന കാര്യങ്ങളുടെ വിഷയം മാത്രമാണ് പറയുന്നത് എന്ന് ഇതിനോട് കൂട്ടിച്ചേർത്ത് ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, തുടർന്നുകൊണ്ട് പറയാണ്, കേൾക്കുന്നയാളെ സംബന്ധിച്ചിടത്തോളം അത് കളവായിട്ട് തോന്നുമെങ്കിലും പറഞ്ഞ ആൾക്കത് അറിയാം, അയാൾ ആ പറഞ്ഞത് സത്യമാണ്, ഞാൻ പറഞ്ഞത് കാര്യം തന്നെയാണ് എന്ന് അയാളുടെ മനസ്സിനൊരു സമാധാനവും കിട്ടി. കേട്ടവന് അവനെന്താണോ മനസ്സിലാക്കേണ്ടത് എന്ന് ഞാൻ വിചാരിച്ചുവോ അത് അയാൾ മനസ്സിലാക്കലുമായി. വലവു തറക്ക തൗരിയ, ഇനി ഒരാൾ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ ഉപേക്ഷിക്കുകയും കളവിന്റെ വാചകങ്ങൾ തന്നെ പ്രയോഗിക്കേണ്ടി വരികയും ചെയ്താലും ഫലൈസ ബിഹറാമിൻ ഫീ ഹാദൽ ഹാലി, ഇത്തരം വളരെ സന്നിഗ്ധമായ ഏറ്റവും അനിവാര്യമായ ഘട്ടങ്ങളിൽ, ഇപ്പൊ ദ്വയാർത്ഥമുള്ള പദമൊന്നും കിട്ടണില്ലെങ്കിലും
വാസ്തവത്തിന് വിരുദ്ധമായത് പറയേണ്ടത് നിർബന്ധമായ ഘട്ടത്തിൽ അത് പറയൽ അയാൾക്ക് നിർബന്ധമാകും, അത് അനുവദിക്കപ്പെടും എന്നുള്ളതാണ്. ഇനി ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഉദാഹരണമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലുണ്ടായ 2-3 അനുഭവങ്ങളുണ്ട്. അവിടുന്ന് വാസ്തവവിരുദ്ധമെന്ന് തോന്നിപ്പിക്കുന്ന ചില കാര്യങ്ങൾ 2-3 സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതൊക്കെ ഈ അർത്ഥത്തിലാണ്. ഈ ദ്വയാർത്ഥ പദത്തിലുള്ള പ്രയോഗങ്ങൾ വലിയ മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണ് മഹാനവറുകൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെയുണ്ടായിരുന്ന ആ രാജ്യത്തുണ്ടായിരുന്ന ജനങ്ങൾ അവർ മുഴുവനും വിഗ്രഹാരാധകന്മാരായിരുന്നു. ആ വിഗ്രഹാരാധകന്മാരായ ആളുകൾ അവിടെ ഉത്സവങ്ങൾ നടത്തിയിരുന്നു. അവരുടെ വിഗ്രഹാരാധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആഘോഷങ്ങളും ഉത്സവങ്ങളും ഒക്കെ നടത്തിയിരുന്നു. അങ്ങനെ ഒരു നാൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അന്നാട്ടിലുള്ള ജനങ്ങൾ വിളിച്ചു, നീയും പോരെ ഇബ്രാഹിമെ ഞങ്ങളുടെ ഉത്സവത്തിന്. ആ അവസരത്തിൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫനളറ നളറതൻ ഫിൻ നുജൂമി ഫഖാല ഇന്നി സഖീം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. നക്ഷത്രത്തിലേക്കൊന്നിങ്ങനെ അദ്ദേഹം നോക്കി. ആ നക്ഷത്രത്തിലേക്ക് നോക്കിയത് എന്തിനാ? അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ചിന്ത അള്ളാഹുവിലേക്കുള്ള ഒരു റബ്ബിന്റെ സൃഷ്ടിപ്പാണ് ആ നക്ഷത്രം. ആ നിലക്ക് റബ്ബിന്റെ സൃഷ്ടിപ്പിലേക്ക് തോന്നിപ്പിക്കലാണ്. അതേ അവസരത്തിൽ കാണുന്നവർ വിചാരിക്കും അവരൊക്കെ നക്ഷത്രാരാധകന്മാരല്ലേ, ഇപ്പൊ നക്ഷത്രം നോക്കിയിട്ട് എന്തോ കാര്യം പറയാനാണെന്ന് അവർക്ക് തോന്നും. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞു, ഇന്നി സഖീം, എനിക്ക് സുഖല്ല, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഉത്സവത്തിന് നിങ്ങൾ പൊയ്ക്കോ, ഞാൻ വരുന്നില്ല, ഞാൻ രോഗിയാണ് എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ശാരീരികമായി അസുഖമൊന്നുമില്ല. എന്നാൽ എന്താണ് മഹാനവറുകൾ അവിടെ ഉദ്ദേശിച്ചത്? പല വ്യാഖ്യാനങ്ങൾ അവിടെ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഫലത്തിൽ കളവല്ല. കാരണം നിങ്ങൾ സർവശക്തനായ അള്ളാഹുവിനെയും വിട്ട് ഏകനായ റബ്ബിനെയും വിട്ട് ഇത്തരത്തിലുള്ള സൂര്യചന്ദ്ര നക്ഷത്രാദികളെ അതുപോലെ വിഗ്രഹങ്ങളെയൊക്കെ ആരാധിക്കുന്ന നിങ്ങളുടെ ശിർക്കിന്റെയും കുഫറിന്റെയും അവസ്ഥ കണ്ട് എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയുണ്ട്. ആ അർത്ഥത്തിൽ മാനസികമായിട്ട് എനിക്ക് വല്ലാത്ത രോഗമുണ്ട്, നിങ്ങളോട് പൊരുത്തപ്പെടാൻ പറ്റണില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഉദ്ദേശിച്ചത്. ആ അർത്ഥത്തിൽ അതേപോലെയുള്ള ധാരാളം അർത്ഥങ്ങൾ അവിടെ ഉദ്ദേശിക്കുവാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ഈ കുഫറും നിങ്ങളുടെ ഈ മാത്സര്യ ബുദ്ധിയും സത്യനിഷേധവും കാരണത്താൽ എൻ്റെ മനസ്സിന് വല്ലാത്ത അസുഖമാണ് എന്ന അർത്ഥത്തിലാണ്. എന്നാൽ കേൾക്കുന്നവൻ എന്താണ്? ആ സുഖല്ലായിട്ടാണ് വരാത്തത് എന്നുമായി. അതൊരു ഉദാഹരണം. അതേപോലെ തന്നെ മറ്റൊരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു യാത്ര പോകുന്നുണ്ട് ഒരു രാജ്യത്തേക്ക്. ആ രാജ്യത്തേക്ക് യാത്ര പോകുമ്പോൾ കൂടെ ആരുണ്ട്? ഭാര്യയായ സാറാ ബീവി റളിയല്ലാഹു അൻഹയുണ്ട്. ആ സാറാ ബീവിയെയും കൂട്ടിയിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ യാത്രാവേളയിൽ ഒരു രാജ്യം കടന്നുകൊണ്ട് വേണം അപ്പുറത്തേക്ക് യാത്ര ചെയ്യാൻ. ആ രാജ്യത്തുള്ള ഒരു രാജാവ് ക്രൂരനായൊരു രാജാവായിരുന്നു. ആ രാജാവിനൊരു സ്വഭാവമുണ്ട്. ഒരു രാജ്യത്തേക്ക് കടന്നു വന്ന സുന്ദരികളായ സ്ത്രീകളെ കണ്ടാൽ അയാൾ ആ സ്ത്രീയെ ഉപയോഗിക്കും, ആ സ്ത്രീയെ പീഡിപ്പിക്കും. ഇങ്ങനെ ഒരു ദുസ്വഭാവിയായിരുന്ന ഒരു രാജാവുള്ള ഒരു പ്രദേശത്തു കൂടെ വേണമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് തൻ്റെ സ്വന്തം ഭാര്യയായ നമ്മുടെ ഉമ്മയായ സാറാ ബീവിയെയും കൊണ്ട് സഞ്ചരിക്കുവാൻ. ആ ഘട്ടത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറ ബീവിയോട് പറഞ്ഞു, രാജാവിൻ്റെ കൈകളിൽ നീ എത്തിപ്പെട്ടാൽ, രാജസദസ്സിൽ നീ ഹാജരാക്കപ്പെട്ടാൽ, കാരണം രാജാവിൻ്റെ പട്ടാളക്കാർ നിന്നെ കണ്ട അവർ പിടിച്ചുകൊണ്ടുപോകുന്ന ഉറപ്പാണ്. അങ്ങനെ പിടിച്ചുകൊണ്ടുപോയി രാജസദസ്സിൽ നീ എത്തിപ്പെട്ടാൽ നീ പറയണം എന്ത്? ഞാൻ ഇബ്രാഹിമിൻ്റെ സഹോദരിയാണ് എന്ന് പറയണം. കാരണം സഹോദരിയാണെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യൂല, നേരെ മറിച്ച് അവിടെ ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ രാജാവ് ശരിക്കും എന്ത് ചെയ്യും? പീഡനം നടത്തും, കയറിപ്പിടിക്കും, തോന്നിവാസങ്ങൾക്ക് വിധേയമാക്കും. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നീ സഹോദരിയാണെന്നേ പറയാവൂ. അവിടെ ഇപ്പോൾ വാസ്തവത്തിൽ അതൊരു വാസ്തവ വിരുദ്ധമായ കാര്യമല്ലേ? എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച ഉദ്ദേശം എന്താണ് അവിടെ? കാരണം ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, സത്യവിശ്വാസികളൊക്കെ സഹോദരന്മാരാണ്. ആ അർത്ഥത്തിൽ നീ എൻ്റെ ഇസ്ലാമിലെ സഹോദരിയാണ്. എന്നാൽ ഭാര്യയാണെന്ന് പറയാതെ സഹോദരിയാണെന്ന് പറഞ്ഞു. വാസ്തവല്ലേ? സഹോദരിയാണ്. എല്ലാ മുസ്ലിം സഹോദരി സ്ത്രീ പുരുഷന്മാരും പരസ്പരം ആരാണ്? സഹോദരന്മാരാണ്. അതുകൊണ്ട് നീ അങ്ങനെയേ പറയാവൂ എന്ന്. ആ കഥയുടെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അവിടെ പ്രയോഗിക്കാൻ പറഞ്ഞ വാക്കിതാണ്,
ഞാൻ സഹോദരിയാണെന്ന് പറഞ്ഞോളണം എന്നുള്ളതാണ്. അതിൻ്റെ മറ്റു തലങ്ങളിലേക്ക് ഞാനിപ്പോൾ പ്രവേശിക്കുന്നില്ല. അപ്പൊ ചുരുക്കത്തിൽ ഇവിടെ ഈ 3 പ്രയോഗങ്ങളും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഭാഗത്ത് നിന്നുണ്ടായത് ബാഹ്യമായി നോക്കുമ്പോൾ അത് വാസ്തവത്തിന് വിരുദ്ധമാണ്. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാം പ്രയോഗിച്ച പദങ്ങളാവട്ടെ രണ്ടർത്ഥങ്ങൾക്ക് സാധ്യതയുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം അതിൻ്റെ ശരിയായ വശം ഉദ്ദേശിക്കുന്നത് കൊണ്ട് അത് കളവല്ല, കേൾക്കുന്നവർക്ക് അതിൻ്റെ മറ്റൊരു വശമാണ്. ആ വശം അവർ മനസ്സിലാക്കുന്നത് കൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട് താനും. ഇത്തരം ഘട്ടങ്ങളിലൊക്കെ ഇതേപോലെയുള്ള പ്രയോഗങ്ങളൊക്കെ അനിവാര്യ ഘട്ടങ്ങളിൽ വേണ്ടി വന്നാൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതാണ് വാസ്തവവിരുദ്ധമായ കാര്യങ്ങൾ പറയുവാനുള്ള ഇളവുകളായിക്കൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഈ വ്യാഖ്യാനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇനി സഹോദരന്മാരെ, ഇതിന് ഉപോത്ബലകമായ ഒരു ഹദീസ് ഇമാം നവവി ശേഷം നൽകുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, വസ്തദല്ലൽ ഉലമാഉ ലിജവാസിൽ കസിബി ഫീ ഹാദൽ ഹാലി, ഇത്തരം ഘട്ടങ്ങളിൽ കളവ് പറയൽ ജായിസാണ് എന്നുള്ളതിന് പണ്ഡിതന്മാർ തെളിവായി പറഞ്ഞത് ബി ഹദീസി, അവർ തെളിവ് പിടിച്ചത് ബി ഹദീസി ഉമ്മി കുൽസൂം റളിയല്ലാഹു അൻഹ, ഉമ്മു കുൽസൂം ബീബി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസാണ്. അന്നഹ, തീർച്ചയായും അവര് സമയത്ത് അവർ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു, അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് അവർ കേട്ടിട്ടുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ സംയുക്തമായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? ലൈസൽ കദ്ദാബ്, കളവ് പറയുന്നവനല്ല. കദ്ദാബ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കളവ് പറയാ, കള്ളം പറയുന്നവനല്ല. ആര് പറയുന്നത് വാസ്തവത്തിൽ കളവല്ല. അല്ലദീ യുസ്ലിഹു ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ മസ്ലഹത്തുണ്ടാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഫയൻമി ഖൈറൻ, ഒരാൾക്ക് ഒരു ഖൈറായ ഒരു കാര്യം അയാളോട് പറഞ്ഞു കൊടുക്കുന്നു. ഔ യഖൂലു ഖൈറൻ, അല്ലെങ്കിൽ ഒരു ഖൈറായ കാര്യം അയാളുടെ മുമ്പിൽ വെച്ച് പറയുന്നു. യൻമി ഖൈറൻ എന്ന് പറഞ്ഞാൽ എന്താ? വാസ്തവത്തിൽ ഞാൻ ഒരാളോട് മറ്റൊരാളെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അത്തരം കാര്യങ്ങൾ, മറ്റൊരാളുടെ വാക്ക് ഞാൻ വേറൊരാളുടെ കാതിലെത്തിക്കുകയാണ്. എനിക്കതിലുള്ള ഉദ്ദേശം എന്താണ്? അവർ തമ്മിൽ നന്നാവണം എന്നാണ്. അങ്ങനെയുള്ള ഖൈർ ഉദ്ദേശിച്ചുകൊണ്ട് രണ്ടാളുകൾക്കിടയിൽ, രണ്ട് സംഘങ്ങൾക്കിടയിലോ രണ്ട് വ്യക്തികൾക്കിടയിലോ പിണങ്ങി നിൽക്കുന്നവരെ ഇണക്കുവാൻ വേണ്ടി ഒരല്പം വാസ്തവവിരുദ്ധമായ കാര്യം, നടന്നിട്ടില്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ അത് കള്ളം പറഞ്ഞതിൻ്റെ ശിക്ഷയിലോ ആ വകുപ്പിലോ പെടൂല എന്നാണ്. മനസ്സിലായല്ലോ? ഉദാഹരണം പറയാം, രണ്ടാളുകൾ തമ്മിൽ ഒരുപാട് വർഷമായിട്ട് തെറ്റി നിൽക്കുകയാണെന്ന് സങ്കല്പിക്കാം. എത്രയോ ആളുകൾ അങ്ങനല്ലേ? സ്വന്തം കുടുംബത്തിലുണ്ടാകും, വീട്ടിലുണ്ടാകും, അയൽക്കാരിലുണ്ടാകും, ബന്ധപ്പെട്ടവരിലുണ്ടാകും, എത്രയോ വർഷങ്ങളായിട്ട് നിലനിൽക്കുന്ന സുഹൃത്ത് ബന്ധങ്ങളിലുണ്ടാകും. അതങ്ങനെ തെറ്റി നിൽക്കുകയാണ്. തെറ്റി നിൽക്കുമ്പോൾ പലരും മസ്ലഹത്തിന് വേണ്ടിയൊക്കെ ശ്രമിച്ചു നോക്കി, ശരിയാവണില്ല. അപ്പോൾ ഒരാളിങ്ങനെ കണക്കൂട്ടുകയാണ്, ഒരാളോട് പോയിട്ട് പറയാണ്, നിങ്ങൾ എത്ര കാലമായി അദ്ദേഹത്തോട് ഇങ്ങനെ മിണ്ടാതെ നടക്കുന്നു, അയാൾക്കാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് 100 നാവ, അയാൾ എന്തൊക്കെയാ നിങ്ങളെക്കുറിച്ച് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് അയാൾ പറയുമ്പോൾ അയാൾക്ക് എന്തോ ഒരു സന്തോഷമാണ്, വളരെ സങ്കടത്തിലാണ് അയാൾ. ഇങ്ങനെ തെറ്റി നിൽക്കുന്നതിൽ അയാളുടെ മനസ്സിന് ഭയങ്കര വിഷമമുണ്ട്. ഒന്ന് നന്നായെങ്കിൽ എന്ന് അയാൾ വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് അയാൾക്ക് എന്ത് പറഞ്ഞാലും നിങ്ങളെക്കുറിച്ച് ഒരു വേണ്ടാത്തൊരു വാക്ക് അയാൾ പറയുന്നേ ഇല്ല. നിങ്ങളെക്കുറിച്ച് നല്ല മതിപ്പാണ്. അത് കേൾക്കുന്ന ആ വ്യക്തിയുടെ മനസ്സിലുണ്ടാകുന്നൊരു വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. വർഷങ്ങളായിട്ട് തെറ്റി നിൽക്കുകയാണ്. അങ്ങനെ തെറ്റി നിൽക്കുന്ന ഈ രണ്ടാളുകളെ തമ്മിൽ അടിപ്പിക്കാനല്ല നോക്കേണ്ടത്, അടുപ്പിക്കാനാണ് നോക്കേണ്ടത്. അപ്പൊ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്? അവിടെ പോയിട്ട് പറയും, ഇയാളെക്കുറിച്ച് പറയും, അയാൾ നിങ്ങളെക്കുറിച്ച് എന്തൊക്കെ നല്ല ആഗ്രഹങ്ങളാണ്, നന്നായെങ്കിൽ എന്ന് അയാൾ ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അവിടുന്ന് പോയിട്ട് ഇവിടെ വന്നിട്ട് പറയാം, മറ്റേ ആളുടെ നിങ്ങളാ തെറ്റി നിൽക്കണം, മൂപ്പർക്ക് നല്ല താല്പര്യം കിട്ടും, നിങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ 100 നാവാണ്, നല്ല അഭിപ്രായമാണ് നിങ്ങളെക്കുറിച്ച്. പിന്നെ ഇങ്ങനെ കുറേ കാലമായിട്ട് ഇങ്ങനെ തെറ്റി നിൽക്കണ വലിയ സങ്കടമുണ്ട്, മരിച്ചു പോണ്ടേ എന്നൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ. വാസ്തവത്തിൽ ഇതൊന്നും ഉണ്ടായിട്ടില്ല. രണ്ടാളും ആ ഒരു കെറുവിൽ അങ്ങനെ, ആ പ്രത്യേകമായ രോഷത്തിൽ അങ്ങനെ തുടരുന്നതാണ്. അത്തരം ഘട്ടങ്ങളിൽ ഈ രണ്ടാളുകളുടെ മനസ്സൊന്ന് അടുപ്പിക്കുക, അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുക. ഇനി രണ്ട് സംഘങ്ങളാവട്ടെ, രണ്ട് കുടുംബങ്ങളാവട്ടെ, രണ്ട് വ്യക്തികളാവട്ടെ, ആരാവട്ടെ, അവർക്കിടയിൽ ഒരു മസ്ലഹത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ഇനി പറഞ്ഞിട്ടില്ലാത്ത വർത്തമാനങ്ങൾ പറഞ്ഞു എന്ന് പറയേ, നടന്നിട്ടില്ലാത്തൊരു കാര്യം നടന്നു എന്ന് പറയുകയൊക്കെ ചെയ്താൽ അതുകൊണ്ടൊരു കളവ് പറഞ്ഞതിൻ്റെ ശിക്ഷ കിട്ടുകയില്ല
എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരികയാണ്. കാര്യം വളരെ ക്ലിയറാണ്. ഇനി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഖാലത്തു ഉമ്മു കുൽസൂം റളിയല്ലാഹു തആല അൻഹ ഇത്ര കൂടി പറയുന്നുണ്ട്, വലം അസ്മഉഹു, അല്ലാഹുവിൻ്റെ റസൂലിനെ ഞാൻ കേട്ടിട്ടേയില്ല, യുറഖിസു ഫീ ശൈഇൻ മിമ്മാ യഖൂലു നാസു, ജനങ്ങൾ പറയുന്ന വിഷയങ്ങളിൽ കളവായി പോകുന്നുവെങ്കിലും കുഴപ്പമില്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് ഒരിക്കലും കള്ളം പറയാൻ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇല്ലാ ഫീ സലാസിൻ, 3 കാര്യങ്ങളിലേ വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളൂ. 3 വിഷയത്തിൽ കളവ് പറയേണ്ടി വന്നാൽ കളവ് പറയാം. അത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നിബന്ധന ശ്രദ്ധിക്കണം. എന്ത്? ദ്വയാർത്ഥമുള്ള പദങ്ങളിലൂടെ പറഞ്ഞ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അതാണ് പ്രയോഗിക്കേണ്ടത്. എത്രത്തോളം കളവാകാതിരിക്കാൻ നോക്കണം എന്നർത്ഥം. ഇനി ഈ 3 ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? തഅനി, അവരതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ ഹർബാവുന്ന യുദ്ധരംഗമാണ്. നേരത്തെ പറഞ്ഞില്ലേ, അക്രമം, മർദ്ദനം നടക്കുകയാണ്, ഒരാളെ പിടിച്ച് കൊല്ലാൻ വരികയാണ്, അല്ലെങ്കിൽ ശത്രുക്കള് അറ്റാക്ക് ചെയ്യാൻ വരികയാണ്. ആകെ ഒരു യുദ്ധസമാനമായൊരു സാഹചര്യമാണ്, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ സാഹചര്യം. അത്തരം ഘട്ടങ്ങളിൽ ചില കാര്യങ്ങളൊക്കെ വാസ്തവവിരുദ്ധമായൊരു ചിലപ്പോൾ പറയേണ്ടി വരും. അതൊന്ന്. രണ്ടാമത്തത് വൽ ഇസ്ലാഹ ബൈനന്നാസ്, നമ്മളിപ്പോ പറഞ്ഞത് തെറ്റി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കുക, അവർക്കിടയിൽ സുൽഹ് ഉണ്ടാക്കുക, അവരെ തമ്മിൽ അടുപ്പിക്കുക, അവർക്കിടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ വേണ്ട വിധത്തിലുള്ള പദപ്രയോഗങ്ങൾ നടത്തുക. അത്തരം ഘട്ടങ്ങളിലും ഇത് അനുവദനീയമാകും. 3-ാമത്തെ വിഷയം നോക്കൂ, വഹദീസർ റജുലി ഇംറഅതഹു വഹദീസൽ മർഅതി സൗജഹാ, ഒരാൾക്ക് ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയോടുള്ള സംസാരത്തിലും ഒരു ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനോടുള്ള സംസാരത്തിലും ഒരു വേള ചിലപ്പോൾ വാസ്തവമല്ലാത്ത കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. അങ്ങനെ പറയാൻ അവിടെയും ഇനി ഇത് കേട്ടിട്ട് ഒരാളും പറയരുത്, ഹദീസ് ക്ലാസ് നിന്ന് നല്ലൊരു മുതൽ കിട്ടിയിട്ടുണ്ട്, എന്ത് ഭർത്താവിനോട് ഇനി മുതൽക്ക് നുണ പറയാ, ഭാര്യനോട് നുണ പറയാ എന്ന് ഒരു ഭർത്താവും ഒരു ഭാര്യയും ഇത് കേട്ട് തെറ്റിദ്ധരിക്കണ്ട. ഇവിടെ പറയുന്ന വിഷയം എന്താണ്? ഭാര്യാഭർത്താക്കൾക്കിടയിൽ സ്നേഹവും അവർക്കിടയിലുള്ള പ്രേമവും അവർക്കിടയിലുള്ള പ്രത്യേകമായ ജീവിതത്തിൻ്റെ അടുപ്പങ്ങളുമൊക്കെ വർദ്ധിക്കുവാൻ ആവശ്യമായ നിലക്കുള്ള ചില ലൊട്ടിലൊടുക്ക് സംസാരങ്ങളൊക്കെ ചിലപ്പോൾ പറയേണ്ടി വരും. അങ്ങനെ പറയുന്നത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഇപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് തന്നോട് കൂടുതൽ ഒരു അടുപ്പവും അല്ലെങ്കിൽ തൻ്റെ ഭർത്താവിന് തന്നോട് കൂടുതൽ ഒരു അടുപ്പവും ഒക്കെ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചിലപ്പോൾ ചില കാര്യങ്ങൾ പെരുപ്പിച്ചൊക്കെ പറയേണ്ടി വരും. ഈ കുറച്ചില്ലാത്തതൊക്കെ കൂട്ടിയൊക്കെ പറയാം. അതുകൊണ്ട് ആർക്കും ഒരു ദോഷമല്ല. എന്നാലോ ആ വാക്ക് കേൾക്കുന്നതോടുകൂടി ഭാര്യയ്ക്ക് വളരെ സന്തോഷമാകും, തൻ്റെ ഭർത്താവിനോട് ഏറെ സന്തോഷമാകും. അതേപോലെ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിൽ നിന്ന് ആ നിലക്ക് സ്നേഹങ്ങൾ കിട്ടും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവരുടെ കുടുംബജീവിതത്തിൻ്റെ ഭദ്രത, അവരുടെ കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം വർദ്ധിക്കുക, ഈ വക ലക്ഷ്യങ്ങൾക്കൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ്. അതല്ലാതെ മോഷണം നടത്തലോ വേണ്ടാത്ത കാര്യങ്ങൾ പറയലോ നുണ പറയലോ ഒന്നുമല്ല. ഒരു ഭർത്താവിൻ്റെ ഇപ്പോൾ പൈസ ഒക്കെ പോക്കറ്റ് അടിച്ചിട്ട് അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പണമൊക്കെ എടുത്തിട്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുക, അതല്ലെങ്കിൽ ഭാര്യയുടെ ഏതെങ്കിലും ആഭരണങ്ങളോ മറ്റെന്തെങ്കിലും ഒക്കെ എടുത്തു കൊണ്ടുപോയിട്ട് വിറ്റിട്ട് അത് ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറയാ. ഇങ്ങനത്തെ നുണയൊന്നും പറയാൻ പാടില്ല. നേരെ മറിച്ച് ഭാര്യാഭർത്താക്കൾക്കിടയിലുള്ള ഭാര്യാഭർത്തൃ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചിലതൊക്കെ ഇപ്പോൾ ഭാര്യ ഒരു ഭക്ഷണം ഉണ്ടാക്കി, ആ ഭക്ഷണം ഉണ്ടാക്കിയത് വലിയൊരു ഉഷാറൊന്നും ആയിട്ടില്ല, എന്നാലും നല്ല ഉഷാറായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏത് ഭാര്യയാണ് ഇഷ്ടപ്പെടാതിരിക്കുക? അവൾക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാകും. നാളെ ഇതിനേക്കാൾ കേമമായ നല്ല നിലക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അവർക്ക് സാധിക്കും. അല്ലെങ്കിൽ അവരുടെ ശാരീരികമായൊരു പ്രകൃതത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവർ ധരിച്ചൊരു വസ്ത്രം, അല്ലെങ്കിൽ അവർ സെലക്ട് ചെയ്ത ഒരു കളറ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഭർത്താവ് പറയാം. പിശുക്കൊന്നും കാണിക്കേണ്ടതില്ല. ഇനി ഭർത്താവ് ധരിച്ചൊരു വസ്ത്രത്തെ സംബന്ധിച്ച്, ഭർത്താവിൻ്റെ ഒരു വേഷത്തെ സംബന്ധിച്ച്, ഭർത്താവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തെ സംബന്ധിച്ച് ഭാര്യ ഇനി ഒരല്പം കൂട്ടിച്ചേർത്തുകൊണ്ട് പറഞ്ഞാലും അതിങ്ങോട്ടൊരു സ്നേഹം വർദ്ധിക്കുന്ന ഒരു നിരുപദ്രവകരമായ ഒരു കാര്യമാണല്ലോ. അതൊക്കെ അവരുടെ ജീവിതത്തിൽ വല്ലാത്തൊരു സന്തോഷവും സമാധാനമൊക്കെ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അത്തരം ഘട്ടങ്ങളിലും ഇസ്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഇങ്ങനെ അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ആ സംസാരം, ആ വർത്താനം അവിടെ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, എൻ്റെ ഭാര്യ പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വേള നമ്മുടെ ദാമ്പത്യ ജീവിതം അവിടെ തകരും. അല്ലെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഊഷ്മളത, അതിൻ്റെ മാധുര്യം അത് നഷ്ടമാകും എന്നൊക്കെ തോന്നുന്ന ഘട്ടങ്ങളിൽ ഇത്തരം സംസാരങ്ങൾ ഇസ്ലാം അനുവദിച്ച് തന്നിട്ടുണ്ട് എന്നാണ്.
അവിടെയാണ് ഇസ്ലാം നമുക്ക് ഇത്തരത്തിലുള്ള എത്രത്തോളം മാനുഷികമായ മൂല്യങ്ങളിൽ ഭാര്യാഭർത്തൃ ജീവിതത്തിലൊക്കെ എത്രത്തോളം സൂക്ഷ്മതകൾ പാലിക്കണം, സന്തോഷം വേണം എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും എന്നുകൂടി നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകണം. അപ്പോൾ ഈ കാര്യങ്ങളിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഇളവുകൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. നീയാണ് എനിക്ക് ഏറ്റവും ഈ ലോകത്ത് പ്രിയപ്പെട്ടവൾ, നിന്റെ ആരെ കണ്ടാലും എനിക്ക് ഏറ്റവും സൗന്ദര്യം നീ തന്നെയാണ്. ഇതേപോലെയുള്ള, ഇനി അങ്ങനെ തോന്നിയിട്ടില്ലെങ്കിൽ പോലും, അങ്ങനെയല്ല വാസ്തവമെങ്കിൽ പോലും ചില ഘട്ടങ്ങളിൽ ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നാൽ എന്തിന്, അത് ആ സഹോദരിക്ക്, ആ ഭാര്യയ്ക്ക് അവരുടെ ജീവിതത്തിലൊരു വലിയ മാറ്റത്തിന് കാരണമാകും. അതല്ലെങ്കിൽ തെറ്റിദ്ധാരണകളില്ലാതെ മുന്നോട്ട് പോകാൻ കാരണമാകും എന്നൊക്കെയുള്ള മസ്ലഹത്തുകൾ. അതിന് നമ്മളിങ്ങനെ കൃത്യമായൊരു വരച്ച വര വെക്കാൻ പറ്റൂല. ഓരോ സന്ദർഭങ്ങൾക്കനുസരിച്ചുകൊണ്ട് അത്തരം ചില കാര്യങ്ങൾ, വാസ്തവത്തിൽ അതില്ലാത്തൊരു കാര്യമായേക്കാം, അതിന് ഞാൻ കളവ് പറഞ്ഞ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് പിന്മാറേണ്ടതില്ല. അതേ അവസരത്തിൽ ധനം മോഷ്ടിക്കുക, വേണ്ടാത്ത കാര്യങ്ങൾ പറയുക, കുടുംബത്തെ തമ്മിൽ തെറ്റിക്കുക, അതേ രൂപത്തിലുള്ള ഹറാമായ മറ്റുള്ള ഫസാദുകൾ ഉണ്ടാക്കുന്ന വിഷയങ്ങളിലൊന്നും ഈ ഒരു ഇളവ് ഇല്ല എന്നുകൂടി നമ്മൾ ചേർത്ത് മനസ്സിലാക്കണം. ഏതായാലും കളവ് പറയൽ വളരെ ഗുരുതരം തന്നെയാണ്. അതേ അവസരത്തിൽ ഇത്തരം ചില മസ്ലഹത്തുകൾ ഉള്ളയിടത്ത് അതിൻ്റെ തന്നെ ഉപാധികളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് പറയേണ്ടി വന്നാൽ പറയാം. അങ്ങനെ പറയുന്നത് കൊണ്ട് ഒരു കള്ളം പറഞ്ഞതിൻ്റെതായ ശിക്ഷക്ക് വിധേയമാക്കപ്പെടുകയില്ല എന്ന ഒരു ഇളവാണ് ഇസ്ലാം ഇതിലൂടെ, ഈ വിവരണത്തിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അറിഞ്ഞുകൊണ്ട് ഒരു കളവ് പറയുന്ന ഒരവസ്ഥ വരാതെ നാവിനെ സൂക്ഷിക്കുന്ന, ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപാകതകളും അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. രോഗികൾക്ക് റബ്ബ് ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് സ്വർഗം നൽകുകയും നരകത്തിൽ നിന്ന് നമ്മയും അവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. اللهم صل على محمد وعلى آل محمد والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.